ഹായ്, എല്ലാവർക്കും സ്വാഗതം. 3 വേർഡ്സ് പെർ ഡേ എ ചലഞ്ച് എന്നുള്ള വീഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്കിനി 3 വൊക്കാബുലറീസ് ഇന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹായ്, പുതിയ 3 വാക്കുകൾ നമുക്ക് ഇന്ന് പരിശോധിക്കാം. അതിലെ ഒന്നാമത്തെയാണ് അബയൻസ് എന്ന് പറയുന്നത്. ABEYINCE. ബയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ഡിസ്യൂസ് എന്നുള്ളതാണ്. ടെമ്പററി ഡിസ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായി ഉപയോഗം ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ ഉപയോഗശൂന്യമാകുക എന്നൊക്കെ ഉള്ളതാണ്, ഉപേക്ഷിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് യൂഷ്വലി പ്രിസീഡ് ബൈ ഇൻ ഓർ ഇൻ ടു. പ്രിസീഡ് ബൈ എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ ഇൻ അല്ലെങ്കിൽ ഇൻ ടു ചേർത്താണ് ഇത് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇൻ അബയൻസ് അല്ലെങ്കിൽ ഇൻ ടു അബയൻസ് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ മറ്റു ഫോംസ് ഒന്നുമില്ല, അബയൻസ് ഉള്ള ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സെൻറ്റൻസ് മേക്കിങ്ങിൽ നമുക്ക് എങ്ങനെ പറയാം? ദ മാറ്റർ വാസ് ഹെൽഡ് ഇൻ അബയൻസ് പെൻഡിങ് ഫർദർ എൻക്വയറീസ്. ഹെൽഡ് ഇൻ അബയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം അത് മാറ്റിവെച്ചു അല്ലെങ്കിൽ തൽക്കാലം ഉപേക്ഷിച്ചു. ആ പരിപാടി അല്ലെങ്കിൽ ആ ഒരു സംഗതി തൽക്കാലം ഉപേക്ഷിച്ചു, തൽക്കാലം മാറ്റിവെച്ചു. പെൻഡിങ് ഫർദർ എൻക്വയറീസ്, അതായത് ഫർദർ എൻക്വയറീസ് പെൻഡിങ് ആയതുകൊണ്ട് ആ പരിപാടി തൽക്കാലം മാറ്റിവെച്ചു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്നുള്ള. ദ മാറ്റർ, ഏതൊരു മാറ്റർ ഉണ്ട്, ആ മാറ്റർ വാസ് ഹെൽഡ് ഇൻ അബയൻസ്, ടെമ്പറലി സസ്പെൻഡഡ് അല്ലെങ്കിൽ ടെമ്പററി ഈസ് നോട്ട് ഇൻ യൂസ് അല്ലെങ്കിൽ ടെമ്പറലി നോട്ട് ഇൻ ഓപ്പറേഷൻ എന്നൊക്കെയുള്ള അർത്ഥം വരുന്നതാണ് അബയൻസ്. ഇൻ അബയൻസ് എന്നാണ് യൂസ് ചെയ്യുന്നത്, ഇൻ അബയൻസ്. അതിന് മുമ്പ് ഈ വാക്കിന് മുമ്പ് ഇൻ ചേർത്തിട്ടാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. ഇൻ അബയൻസ് അല്ലെങ്കിൽ ഇൻ ടു അബയൻസ് എന്ന് പറയും. എൻ്റെ അർത്ഥം ടെമ്പററി ഡിസ്യൂസ് എന്നുള്ളതൊക്കെയാണ്. ദ പ്രൊപ്പോസൽ വാസ് കെപ്റ്റ് ഇൻ അബയൻസ് ബൈ ദ കമ്മിറ്റി. ആ പ്രൊപ്പോസൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു പ്രൊപ്പോസൽ തൽക്കാലം വേണ്ട എന്ന് വെച്ചു. കമ്മിറ്റി തീരുമാനിച്ചു തൽക്കാലം ഈ പ്രൊപ്പോസൽ വേണ്ട എന്ന് തീരുമാനിക്കുക. അപ്പോൾ ടെമ്പററി ഡിസ്യൂസ് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് അതിനെ മാറ്റിവെച്ചു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്നൊക്കെയുള്ള അർത്ഥം എന്നാണ്. ഇൻ അബയൻസ്, കെപ്റ്റ് ഇൻ അബയൻസ് അല്ലെങ്കിൽ ഹെൽഡ് ഇൻ അബയൻസ്. ദ മാറ്റർ വാസ് ഹെൽഡ് ഇൻ അബയൻസ് ഓ കെപ്റ്റ് ഇൻ അബയൻസ് എന്ന് പറയാം. കീപ്പ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് കെപ്റ്റ് ഇൻ അബയൻസ്. അപ്പം ഇറ്റ്സ് ടെമ്പറലി ഡിസ്യൂസ്ഡ് അല്ലെങ്കിൽ നോട്ട് ഇൻ യൂസ് ഫോർ ദ ടൈം ബീയിങ്. തൽക്കാലം അത് ഉപയോഗത്തിലല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റർ പരിഗണിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ ആ പ്രൊപ്പോസൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളൊരർത്ഥം വരുന്നതാണ്. അപ്പോൾ അതാണ് അബയൻസ് എന്നുള്ള വൊക്കാബുലറി അല്ലെങ്കിൽ വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത വാക്കാണ് അപ്ഹോർ. അപ്ഹോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹേറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. വെറുക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുക, ഡിറ്റസ്റ്റ് ചെയ്യുക, റിഗാർഡ് വിത്ത് ഡിസ്കസ്റ്റ്. റിഗാർഡ് വിത്ത് അതിനെ അങ്ങനെ പരിഗണിക്കുക, കരുതുക എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ അതിനെ അങ്ങനെ നോക്കിക്കാണുക എന്നൊക്കെയുള്ള. റിഗാർഡ് വിത്ത് ഡിസ്കസ്റ്റ്, ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മളതിനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നോക്കിക്കാണുകയോ അല്ലെങ്കിൽ പരിഗണിക്കുകയോ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനാണ് അബ്ഹോർ എന്ന് പറയുന്നത്. അതിന് മറ്റു ഫോംസ് ആണ് അബ്ഹൊറൻസ്, നൗണാണ്. അബ്ഹൊറൻറ്റ് ആഡ്ജക്റ്റീവ് ആണ്. ABHOR എന്നുള്ളതാണ് അതിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ. അബ്ഹോർ, ഹെയ്റ്റ്. അപ്പം അതിൻ്റെ സെൻറ്റൻസ് നമുക്ക്, അപ്പം ഹെയ്റ്റിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്നൊരു ഹെയ്റ്റിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വൊക്കാബുലറിയാണ് അബ്ഹോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഐ അബ്ഹോർ സ്മോക്കിംഗ്. സ്മോക്കിംഗ് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ വെറുക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. ഐ അബ്ഹോർ പൊളിറ്റിക്സ്, രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ ഐ അബ്ഹോർ റിലീജിയസ് പ്രാക്ടീസസ്. അപ്പോൾ ഐ ഹെയ്റ്റ് എന്നുള്ളതാണ്. ഐ ഡിറ്റസ്റ്റ്, ഐ റിഗാർഡ് ദാറ്റ് വിത്ത് ഡിസ്കസ്റ്റ് എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ അതിന് സെൻറ്റൻസ് 2 എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഹി അപ്പോസ് പൊളിറ്റിക്സ് ഓഫ് ഓൾ കൈൻഡ്സ്. എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയം അവൻ വെറുക്കുന്നു എന്നുള്ളതാണ്. ഹി അപ്പോസ് പൊളിറ്റിക്സ് ഓഫ് ഓൾ കൈൻഡ്സ്. ഓഫ് ഓൾ കൈൻഡ്സ് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള എന്നുള്ള അർത്ഥം. അപ്പോൾ ഈ വാക്കുകൾ നമ്മളിവിടെ വൊക്കാബുലറീസ് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് വരുന്ന മറ്റ് പദപ്രയോഗങ്ങളും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മളിപ്പം ഓഫ് ഓൾ കൈൻഡ്സ് എന്ന് പറയും. ഓഫ് ഓൾ കൈൻഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള. പൊളിറ്റിക്സ് ഓഫ് ഓൾ കൈൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയം എന്നുള്ളതാണ്. അപ്പം ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ സെൻറ്റൻസ് മേക്കിങ്ങിലൊക്കെ വരുന്ന മറ്റ് യൂസേജസ് അല്ലെങ്കിൽ പദപ്രയോഗങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുന്ന എപ്പോഴും നമുക്ക് കൂടുതൽ ഈ ലാംഗ്വേജ് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ അപ്പോസ് പൊളിറ്റിക്സ് ഓഫ് ഓൾ കൈൻഡ്സ്, എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയവും അവൻ വെറുക്കുന്നു. ഹി അപ്പോസ്, സിമ്പിൾ പ്രസന്റ് ആണത്. പൊളിറ്റീഷ്യൻസ് ഡു നോട്ട് അബ്ഹോർ കറപ്ഷൻ. രാഷ്ട്രീയക്കാർ ഒരിക്കലും അഴിമതിയെ വെറുക്കുന്നില്ല, അല്ലേ? അത് സത്യമാണ്. പൊളിറ്റീഷ്യൻസ് ഡു നോട്ട് അബ്ഹോർ കറപ്ഷൻ.
അപ്പോർ കറപ്ഷൻ. കറപ്ഷൻ എന്നുള്ളത് അഴിമതി എന്നുള്ള വാക്കിൻ്റെ അഴിമതി എന്നുള്ളതാണ് കറപ്ഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. കറപ്റ്റ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ്. സോ പൊളിറ്റീഷ്യൻസ് ഡു നോട്ട് അപ്പോർ കറപ്ഷൻ, ഇല്ലേ? രാഷ്ട്രീയക്കാർ ഒരിക്കലും അഴിമതിയെ ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല, വെറുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അപ്പോർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഡിറ്റസ്റ്റ് ചെയ്യുക, പിന്നെ ഹെയ്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അടുത്താണ് അബൈഡ്, ABIDE. അത് യൂഷ്വലി നെഗറ്റീവായിട്ടുള്ളൊരു സെൻസിലായിരിക്കും എപ്പോഴും ഇത് ഉപയോഗിക്കാറുള്ളത്. ടോളറേറ്റ് ഓർ എൻഡ്യൂർ എന്ന് വെച്ചാൽ സഹിക്കുക അല്ലെങ്കിൽ ക്ഷമിക്കുക എന്നൊക്കെയുള്ള, ക്ഷമിക്കുക എന്നല്ല സഹിക്കുക, ക്ഷമിക്കുക എന്നുള്ളതല്ല സഹിക്കുക എന്നൊക്കെ നമ്മൾ. എൻഡ്യൂർ നമ്മളത് സഹിക്കുക, എൻഡ്യൂറിങ്. ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത്, നമ്മൾ ഏതെങ്കിലും ഒരു പിന്നെ കാര്യം അതിൻ്റെ മീനിങ് സെൻറ്റൻസ് പറയുമ്പോൾ അർത്ഥം കൂടുതൽ നമുക്ക് മനസ്സിലാവും. ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത്. ഇൻ അക്കോർഡൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു ഓഫ് ഓൾ കൈൻഡ്സ് എന്നുള്ള യൂസ്, അതുപോലെ ഇവിടെ ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് എന്നുള്ളൊരു യൂസാണ് ഇംഗ്ലീഷിൽ. ഇൻ അക്കോർഡൻസ് വിത്ത്, ഡു ഓർ ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓർ കീപ് എ പ്രോമിസ്, ഒരു പ്രതിജ്ഞ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രോമിസ് കീപ്പ് ചെയ്യുന്നതിന് നമുക്ക് അബൈഡ് എന്ന് പറയാൻ പറ്റും. അപ്പം ഈ ടോളറേറ്റ് ഓർ എൻഡ്യൂർ എന്നുള്ളത് സാധാരണ നെഗറ്റീവായിട്ടുള്ള സെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ മറ്റു ഫോംസ് ആണ് അബൈഡിങ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, അല്ലെങ്കിൽ എൻഡ്യൂറിങ് എന്നുള്ള അർത്ഥം വരുന്നത്, പെർമനൻ്റ് എന്നൊക്കെയുള്ള അർത്ഥം വരുന്നതാണ് അബൈഡിങ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മറ്റൊരു ഫോം. അപ്പം ഇതിനകത്തിൽ 2-3 സെൻറ്റൻസ് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. ഐ കനോട്ട് അബൈഡ് ഹിസ് എംപ്റ്റി ടോക്സ്. അവൻ്റെ പിന്നെ പൊള്ളയായ വാക്കുകൾ അല്ലെങ്കിൽ വർത്തമാനങ്ങൾ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല, എൻഡ്യൂർ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഐ കനോട്ട് അബൈഡ് ബൈ എന്ന് സാധാരണ ഇതിൻ്റെ കൂടെ അബൈഡ് ബൈ എന്നുള്ള ചേർത്താണ് നമ്മൾ സാധാരണ പറയാറുണ്ട്. മുമ്പ് നമ്മൾ അബയൻസിൻ്റെ കാര്യം അതിന് മുമ്പ് ഇൻ ചേർത്ത പറയുന്ന പറഞ്ഞു. അപ്പോൾ ഇത് അബൈഡ് ബൈ എന്ന് പറഞ്ഞാണ് എപ്പോഴും സാധാരണ ഈ സെൻറ്റൻസ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അബൈഡ് ബൈ. ഹിയർ ഐ കനോട്ട് അബൈഡ് ഹിസ് എംപ്റ്റി ടോക്സ്, അബൈഡ് ബൈ ഹിസ് എംപ്റ്റി ടോക്സ് എന്നാണ് പറയാം. ഐ കനോട്ട് ടോളറേറ്റ് ഓർ എൻഡ്യൂർ, അതിനുള്ള പേഷ്യൻസ് എനിക്കില്ല, അതിനുള്ള ക്ഷമയില്ല, അവൻ്റെ പൊള്ളയ വാക്കുകൾ അല്ലെങ്കിൽ വർത്തമാനങ്ങൾ, സംസാരം കേൾക്കുവാനുള്ള ക്ഷമ ഇല്ല എനിക്കത് ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള അർത്ഥം വരുന്നതാണ്. അപ്പോൾ ഐ കനോട്ട് അബൈഡ് എന്ന് പറഞ്ഞാൽ ഐ കനോട്ട് ടോളറേറ്റ്, ഐ കനോട്ട് എൻഡ്യൂർ. സെക്കൻഡ് സെൻറ്റൻസ് പറഞ്ഞാൽ ഹീ ഈസ് വെരി സ്ട്രിക്റ്റ് ഇൻ അബൈഡിങ് ബൈ ദ റൂൾസ് ഓഫ് ഹിസ് ഡിപ്പാർട്ട്മെൻറ്റ്. അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ റൂൾസ് അനുസരിച്ച് ജോലി ചെയ്യുക എന്ന കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. അബൈഡിങ് ബൈ ദ റൂൾസ് എന്ന് വെച്ചാൽ അനുസരിക്കുക. അത് മുമ്പേ നമ്മൾ പറഞ്ഞ ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് എന്ന് പറയുന്നത്. അപ്പം അബൈഡ് ബൈ ദ റൂൾസ് എന്ന് പറഞ്ഞാൽ റൂൾസ് അനുസരിച്ച്, റൂൾസ് വളരെ സ്ട്രിക്റ്റായിട്ട് അനുസരിച്ച് ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് കൃത്യമായിട്ട് ജീവിക്കുന്ന, ജോലി ചെയ്യുന്നതൊക്കെ നമുക്ക് പറയാൻ പറ്റും. അബൈഡിങ് ബൈ ദ റൂൾസ്, അബൈഡിങ് ബൈ സർട്ടൻ സെൽഫ് ഡിസിപ്ലിൻസ്. ചില സെൽഫ് ഡിസിപ്ലിനെ വളരെ ശ്രദ്ധയോടുകൂടി കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ. ഈസ് വെരി സ്ട്രിക്റ്റ് ഇൻ അബൈഡിങ് ബൈ ദ സെൽഫ് ഡിസിപ്ലിനറി റൂൾസ് എന്നൊക്കെ. അപ്പോൾ അത് ഏതെങ്കിലും ഒരു കൃത്യമായിട്ടുള്ളൊരു കാര്യം നമ്മൾ അനുസരിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഹി ആക്ട്സ് ഇൻ അക്കോർഡൻസ് വിത്ത് റൂൾസ് ഓഫ് ഹിസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഹി ഈസ് അബൈഡിങ് ബൈ ദ റൂൾസ് ഓഫ് ഹിസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് നമുക്ക് പറയാം. അനുസരിക്കുക, കൃത്യമായി അനുസരിക്കുക, അതിൽ യാതൊരു ഡയലൂഷനും ഇല്ലാതെ അത് കൃത്യമായി അനുസരിച്ച് മുമ്പോട്ട് പോകുന്നൊരു പ്രവണതയൊക്കെ നമുക്ക് ഈ പറഞ്ഞ അബൈഡിങ് ബൈ എന്നൊക്കെ പറയാൻ പറ്റും. ബൈ ചേർക്കണം കേട്ടോ, അബൈഡിങ് ബൈ. മൂന്നാമത്തെ എക്സാമ്പിൾ ആണ് ദ കാൻഡിഡേറ്റ്സ് യൂഷ്വലി ഡു നോട്ട് അബൈഡ് ബൈ ദ പ്രോമിസസ് വൺസ് ദേ വിൻ ദ എലക്ഷൻസ്. എന്നുവെച്ചാൽ ഇലക്ഷന് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ, അത് നമ്മൾ ആ അർത്ഥത്തിൽ പറഞ്ഞ കീപ്പ് എ പ്രോമിസ് എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. എന്നുവെച്ചാൽ സ്ഥാനാർത്ഥികൾ ഇലക്ഷൻ നിൽക്കുമ്പം വലിയ വാഗ്ദാനങ്ങൾ തരും, പക്ഷേ ജയിച്ചു പോയി കഴിഞ്ഞാൽ ആ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാറില്ല. അവർ നമുക്ക് തരുന്ന പിന്നെ പ്രതിജ്ഞകളൊന്നും അവർ മീറ്റ് ചെയ്യാറില്ല, കീപ്പ് ചെയ്യാറില്ല എന്നുള്ള അർത്ഥം വരുന്നതാണ്. ദ കാൻഡിഡേറ്റ്സ് യൂഷ്വലി ഡു നോട്ട് അബൈഡ് ബൈ, they do not
കീപ് ദെയർ പ്രോമിസസ് എന്നുള്ളതാണ്. വൺസ് ദേ വിൻ ദ ഇലക്ഷൻസ്. ഒരിക്കലും അവർ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ വാക്കുകളോ വാഗ്ദാനങ്ങളോ ഒന്നും പാലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള അർത്ഥം വരുന്നത് നമുക്ക് അബൈഡ് ബൈ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ടു കീപ്പ് എ പ്രോമിസ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സ് യൂഷ്വലി ഡു നോട്ട്, നെഗറ്റീവാണ്, ഡു നോട്ട് അബൈഡ് ബൈ. അവർ അവരുടെ പ്രതിജ്ഞ അല്ലെങ്കിൽ നമുക്ക് തരുന്ന പ്രോമിസസ് അവർ ശ്രദ്ധിക്കാറില്ല, അത് പാലിക്കാറില്ല എന്നുള്ള അർത്ഥം വരുന്നത്. അപ്പോൾ ഈ 3 വാക്കുകളാണ്, വൊക്കാബുലറീസ് ആണ്, വേർഡ്സ് ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ സാധിക്കുന്നത്. അബയൻസ് എന്നുള്ള വാക്കാണ് ആദ്യത്തേത്. അത് ടെമ്പററി ഡിസ്യൂസ് എന്നുള്ളതാണ്. കെപ്റ്റ് ഇൻ അബയൻസ്, തൽക്കാലം മാറ്റി വെച്ചു, തൽക്കാലം അത് പരിഗണിക്കുന്നില്ല, അത് ഉപേക്ഷിച്ചു, തൽക്കാലത്തെ ടെമ്പററി ആയിട്ട് കെപ്റ്റ് ഇൻ അബയൻസ്, ഹെൽഡ് ഇൻ അബയൻസ്. അപ്പം രണ്ടാമത്തെയാണ് അബ്ഹോർ. അബ്ഹോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റസ്റ്റ് അല്ലെങ്കിൽ ഹെയ്റ്റ്, വെറുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക എന്നൊക്കെയുള്ള അർത്ഥം തന്നെയാണ്. മൂന്നാമത്തെയാണ് അബൈഡ്. അബൈഡ് എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള അർത്ഥമുണ്ട്. ഒന്ന് ടോളറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുമ്പേ പറഞ്ഞിട്ട് ഒരു ചിട്ടവട്ടങ്ങളനുസരിച്ച് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ജീവിക്കുക, അങ്ങനെയൊക്കെ അർത്ഥം വരുന്ന ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത്, അല്ലെങ്കിൽ പ്രതിജ്ഞകൾ പാലിക്കുക എന്ന് വരുന്ന കീപ്പ് എ പ്രോമിസ് എന്നർത്ഥം വരുന്ന രീതിയിലും അബൈഡ്. അപ്പോൾ അതിൻ്റെ അബൈഡ് ബൈ എന്നുള്ള യൂസേജാണ് ശരിക്കും നമ്മളെപ്പോഴും അത് കാണുന്നത്. അബൈഡ് ബൈ എന്ന് യൂസ് ചെയ്യണം. അബൈഡ് ബൈ, ഇൻ അബയൻസ്. അപ്പം ഇംഗ്ലീഷിലെ വാക്കുകളെല്ലാം ഇങ്ങനെ ഒന്നുകിൽ സഫിക്സ് ആയിട്ട് പ്രിഫിക്സ് ആയിട്ടോ ഒക്കെ ഇതുപോലെ ബൈ, ഇൻ, ടു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് യൂസ് ചെയ്ത് കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും പൂർണ്ണമാകത്തുള്ളൂ. അപ്പോൾ ഈ 3 വാക്കുകൾ ആണ് ഇന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റ് 3 വൊക്കാബുലറീസായിട്ട് നമുക്ക് പരിചയപ്പെടാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തീർച്ചയായിട്ടും ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കൂടുതൽ വൊക്കാബുലറീസും മറ്റ് ഇഡിയംസ്, അതുപോലെ മറ്റ് ഗ്രാമാറ്റിക്കലായിട്ടുള്ള ലെസൺസൊക്കെ കൂടുതൽ വീഡിയോയിൽ നമ്മളിനി പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.